കൊൽക്കത്തയിലെ PG ട്രെയിനിങ് ഡോക്ടറുടെ കൊലപാതകത്തിൽ ജൂനിയർ ഡോക്ടർമാരുടെ പ്രതിഷേധം തുടരുന്നു. ഡോക്ടർമാർ പ്രതിഷേധം അവസാനിപ്പിച്ച് ജോലിയിൽ പ്രവേശിക്കണമെന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ പെൺകുട്ടിയുടെ കുടുംബത്തിന് നീതി ലഭിക്കുന്നതുവരെ സമരത്തിൽ തുടരാനാണ് ജൂനിയർ ഡോക്ടർമാരുടെ തീരുമാനം. അതേസമയം മമതാ സർക്കാർ പാസാക്കിയ പുതിയ ബില്ലിനെതിരെ വിമർശനം ശക്തമാകുന്നു. കൊൽക്കത്തയിലെ PG ട്രെയിനി ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധമുയരുന്നതിനിടെയാണ് ബലാത്സംഗ കേസിലെ പ്രതികൾക്ക് വധശിക്ഷ ഉറപ്പാക്കുന്ന ബിൽ നിയമസഭയിൽ അവതരിപ്പിക്കുന്നത്. അപരാജിത വിമൻ ആൻഡ് ചൈൽഡ് ബിൽ 2024 എന്ന പേരിൽ നിയമമന്ത്രി മലയ ഘട്ടക് ബിൽ നിയമസഭയിൽ അവതരിപ്പിക്കും. ബലാത്സംഗം, കൂട്ടബലാത്സംഗം എന്നീ കുറ്റങ്ങൾക്ക് പരോളില്ലാതെ ജീവപര്യന്തം തടവും സാമ്പത്തിക പിഴയും ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നു. ബലാത്സംഗവുമായി ബന്ധപ്പെട്ട അന്വേഷണം പൂർത്തിയാക്കുന്നതിനുള്ള സമയം 2 മാസത്തിൽ നിന്നും 21 ദിവസമായി വെട്ടിക്കുറയ്ക്കും. കുറ്റപത്രം തയ്യാറാക്കുന്നത് മുതൽ 1 മാസത്തിനുള്ളിൽ വിധി പ്രസ്താവിക്കും. അതേസമയം കൊൽക്കത്തയിലെ PG ട്രെയിനി ഡോക്ടറുടെ കൊലപാതകത്തിൽ കേസ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളാണ് തൃണമൂൽ കോൺഗ്രസും മമതയും നടത്തിയതെന്ന ആക്ഷേപം ശക്തമാണ്. സംഭവത്തിൽ പ്രതിഷേധിച്ച് പോലീസ് ആസ്ഥാനത്തേക്ക് ജൂനിയർ ഡോക്ടർമാർ പ്രതിഷേധ റാലി നടത്തി. പോലീസ് കമ്മീഷണർ രാജിവെക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. ഇടതുപക്ഷ സംഘടനകളും ഇന്ന് പെൺകുട്ടിയുടെ നീതി ആവശ്യപ്പെട്ട് സമരത്തിലാണ്. അതേസമയം പ്രതിഷേധങ്ങളുടെ മറവിൽ അക്രമം അഴിച്ചുവിടാനുള്ള ശ്രമം BJP തൃണമൂൽ പ്രവർത്തകർ തുടരുന്നു. കൈരളി ന്യൂസ്, ദില്ലി.